ചെളിയിൽ വീണാൽ ഇന്നത്തെ കുട്ടികൾ ആദ്യം അന്വേഷിക്കുക വെള്ളമാണ്. പക്ഷെ ഒരു കാലത്ത് ആ ചെളിയായിരുന്നു ഒരു നാടിന്റെ സ്റ്റേഡിയം. മഴ പെയ്താൽ കളി നിർത്തുന്ന കാലത്ത് മഴ പെയ്താൽ മാത്രം തുടങ്ങുന്ന ഒരു കളിയുടെ ഓർമ്മയാണ് ഹൈറേഞ്ചിൽ വീണ്ടും ജീവിച്ചത്. മുട്ടുകാട് പാടശേഖരത്തിൽ നടന്ന കണ്ടം കളി ചെളി വോളിബോൾ മത്സരം വെറും ഒരു സ്പോർട്സ് ഇവന്റ് ആയിരുന്നില്ല. പതിയെ മാഞ്ഞു പോകുന്ന ഗ്രാമീണ കായിക സംസ്കാരത്തിന്റെ ശക്തമായ തിരിച്ചുവരവായിരുന്നു. കൊയ്ത്ത് കഴിഞ്ഞ പാടം, മുട്ടോളം ചെളി, നടുവിൽ ഒരു വോളിബോൾ നെറ്റ്, ചെളി തെറിപ്പിച്ച് പന്തിനൊപ്പം പറക്കുന്ന കളിക്കാർ, ഓരോ പോയിന്റിലും ആർപ്പ് വിളിച്ച് ആവേശം പകരുന്ന കാണികൾ. ബൈസൺ വാലി BCC ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് സംഘടിപ്പിച്ച കണ്ടം കളി ചെളി വോളിബോൾ മത്സരം മുട്ടുകാട് പാടശേഖരത്തെ മണിക്കൂറുകളോളം ആവേശക്കടലാക്കി. ഇത് വെറും ചെളിയിലെ വോളിബോൾ മത്സരമല്ല. ഒരു കാലത്ത് കുടിയേറ്റ കാർഷിക ഗ്രാമങ്ങളുടെ ജീവിതത്തിന്റെ ഭാഗമായിരുന്ന ഒരു കായിക സംസ്കാരത്തിന്റെ വീണ്ടെടുപ്പാണ്. കൊയ്ത്ത് കഴിഞ്ഞ വയലുകളിൽ വൈകുന്നേരം മഴ നനഞ്ഞു കളിച്ചിരുന്ന തലമുറയുടെ ഓർമ്മകളെ സ്ക്രീനുകൾക്കിടയിൽ വളരുന്ന പുതിയ തലമുറയ്ക്ക് നേരിട്ട് അനുഭവിപ്പിക്കാനുള്ള ശ്രമം. ബൈസൺ വാലിയിൽ നിന്നും സമീപ പ്രദേശങ്ങളിൽ നിന്നുമായി 12 ടീമുകളാണ് മത്സരത്തിനിറങ്ങിയത്. ഓരോ പോയിന്റും നേടാൻ ചെളിയിൽ വീണും ഉരുണ്ടും പൊരുതിയ കളിക്കാർ, ഓരോ സ്മാഷും ഓരോ ഡൈവുമെല്ലാം കയ്യടിയോടെ ഏറ്റെടുത്ത കാണികൾ. രാവിലെ തുടങ്ങിയ പോരാട്ടം വൈകുന്നേരം വരെ ആവേശം ഒട്ടും ചോരാതെ തുടർന്നു. മത്സരങ്ങളുടെ ഉദ്ഘാടനം ബൈസൺ വാലി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് PA സുരേന്ദ്രൻ നിർവഹിച്ചു. യൂറോപ്പ് രാജ്യങ്ങളിലെല്ലാം കാണുന്നുണ്ട്, ചെളിക്കകത്തും മണലിൻ്റെ അകത്തും മണ്ണിൻ്റെ അകത്തും എല്ലാം കിടന്ന് ഉള്ള കളികളിലെല്ലാം കാണാം. നമ്മുടെ രാജ്യത്ത് അങ്ങനെ കാര്യമായിട്ട് കാണാറില്ല. നമ്മുടെ ഇവിടെ ഇപ്പോൾ ചെളിക്കണ്ടത്തിൽ വെള്ളത്തിൻ്റെ അകത്ത് കിടന്ന് വോളിബോൾ കളിക്കുന്ന പുതിയ അനുഭവമാണ്. അത് പ്രത്യേകിച്ച് നമ്മുടെ നാട്ടുകാരൊന്നും ഇങ്ങനെ കണ്ടിട്ടില്ല. അതുകൊണ്ട് അത് കാണുവാനുള്ള, അത് ആസ്വദിക്കാനും വന്നെത്തിച്ചേർന്നിരിക്കുന്ന എല്ലാവരെയും അഭിനന്ദനം അറിയിച്ചുകൊണ്ട് ഈ പന്ത് കളി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുകയാണ്. പഞ്ചായത്ത് അംഗം ലാലി ജോർജ് അധ്യക്ഷത വഹിച്ചു. BCC ക്ലബ് പ്രസിഡന്റ് അമൽ രാജുവും സെക്രട്ടറി രതീഷും നേതൃത്വം നൽകി. ഒന്നാം സ്ഥാനം നേടിയ ടീമിന് 5100 രൂപയും ട്രോഫിയും, രണ്ടാം സ്ഥാനക്കാർക്ക് 3001 രൂപയും ട്രോഫിയും സമ്മാനിച്ചു. ബിനീഷ് ആന്റണി, കേരള വിഷൻ ന്യൂസ്, ഇടുക്കി.